വൺ നോട്ടീസബിൾ തിങ്, നമുക്ക് ഈ ചെറിയ കാറിന് നമ്മൾ ഈ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടി തട്ടാണ്ട് ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ് ഈ ഒരു വണ്ടി. പവർ ടു വെയിറ്റ് റേഷ്യോയും വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളൊന്ന് ഓടിക്കാൻ പോകുന്നത് നമ്മുടെ കോമ്പാക്ട് ഹാച്ച്ബാക്ക് സെഗ്മെന്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫൺ ടു ഡ്രൈവ് കാറായ നമ്മുടെ സിട്രോയിൻ ഇന്ത്യയിലും ഗ്ലോബലിലും ബെസ്റ്റ് സെല്ലിംഗ് കാറായ C3 ടോപ്പിൻ്റെ ഷൈൻ ടർബോ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ എയർ ക്രോസിൽ പറഞ്ഞ പോലെ ഇപ്പോൾ LED പ്രൊജക്ടേഴ്സ് വന്നിട്ടുണ്ട്, ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2022 നമ്മുടെ C3 ലോഞ്ച് ആവുന്നത്. നമ്മുടെ സിട്രോയിൻ ഇന്ത്യയുടെ രണ്ടാമത്തെ കാറായിട്ട് നമ്മുടെ C5 എയർ ക്രോസ് ആയിരുന്നു അവർ ഫസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഈ ഒരു ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് അറൗണ്ട് ഒരു 11.2 lakhs റേഞ്ചിലാണ്. സോ ബാക്കിയുള്ള ബ്രാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈഗർ, പിന്നെ നമ്മുടെ മാഗ്നൈറ്റ്, പിന്നെ പഞ്ചൊക്കെ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിലാണ് വരുന്നത്. ആ ഒരു കാസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ C3 ടർബോ ഓട്ടോമാറ്റിക് എടുക്കുന്നത് ഒരു ആപ്പ് ചോയ്സ് ആണെന്ന് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. സിട്രോയിൻ്റെ ലോഗോ കാണാം, ലിറ്റിൽ ബിറ്റ് ഷൈനി ടച്ചസ്. ഇതിൽ ഇപ്പോൾ ലോക്കും പിന്നെ അൺലോക്കും ആണുള്ളത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അഥവാ ഇപ്പോൾ ലോക്ക് ചെയ്താൽ തന്നെ നമ്മൾ കീ കയ്യിൽ വെച്ചാൽ മതി. നമ്മൾ അടുത്ത് വരുമ്പോൾ തന്നെ വണ്ടി അൺലോക്ക് ആവുന്ന കാണാം. നമ്മുടെ വണ്ടി അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് അവേ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അറൗണ്ട് 315 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ്. സെഗ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കുറവാണ് കമ്പാരിറ്റീവ്ലി. സ്പെയർ ടയറൊക്കെ ഇതിൻ്റെ താഴെ ആയിട്ടുള്ളത് അത്യാവശ്യം ഹെവിയാണ്, അതുകൊണ്ടാണ് ഞാൻ പൊക്കാത്തത്. ഇതിൻ്റെ താഴെ ആയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ടൂൾസ് ആൻഡ് റിഫ്ലക്റ്റേഴ്സൊക്കെ കാണാം. ഇവിടെ ആയിട്ട് ഒരു മാക്സിമം 3 കിലോ തൂക്കാൻ പറ്റിയ ഒരു ഹുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പാർസൽ ട്രേ തൂക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളത്. ഇനി നമുക്കിത് മെല്ലെ അടയ്ക്കാം. റിക്വസ്റ്റ് സെൻസറൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു കീ ഹോളാണ് വന്നത്. ആൻഡ് ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്. നമുക്ക് അങ്ങനെ ഉള്ളോട്ട് കയറാം. ഇപ്പോൾ പാർക്കിലാണുള്ളത്. വണ്ടി ഓണാക്കാൻ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഒന്നും കൂടി പ്രസ് ചെയ്ത് നോക്കാം. യെസ്, നമ്മുടെ വണ്ടി ഓണായിട്ടുണ്ട്. ഇവിടെ കുറച്ച് അനിമേഷൻസ് ആൻഡ് ഇവിടെ നമ്മുടെ സ്ക്രീനും ഒന്ന് ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോണറ്റ് ചെക്ക് ചെയ്തിട്ട് വരാം. ബോണറ്റ് തുറക്കാൻ ഇത് ഇവിടെയാണ് നമ്മുടെ ലിവർ വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. അത്യാവശ്യത്തിന് ലൈറ്ററാണ് നമ്മുടെ ബോണറ്റ്. ഇതിൻ്റെ ലിവർ വന്നേക്കുന്നത് ഈ സൈഡിൽ തന്നെയാണ്. ആൻഡ് നമ്മൾ എയർ ക്രോസിൽ കണ്ട സെയിം 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. പുട്ടിംഗ് ഔട്ട് അറൗണ്ട് 105 bhp at 5500 rpm ആൻഡ് അറൗണ്ട് 205 Nm ഓഫ് ടോർക്ക് അറ്റ് 1750 rpm റേഞ്ചിൽ. ഫ്രണ്ട് വീൽ ഡ്രിവൺ ആണ് കാറ്. അപ്പോൾ എയർ ക്രോസിൽ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അതേ എഞ്ചിൻ ഇപ്പോൾ ഈ ലൈറ്റർ കാറിനാണ്. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോയും വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. മാനുവലിൻ്റെ ആണ് ഏറ്റവും ഹയസ്റ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ ഇൻ സെഗ്മെന്റ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഏകദേശം ഓൺ പാർ വിത്ത് ദ റിവൽസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓടിച്ച് നോക്കാം ഈ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ ഓഫ് ദ ലൈൻ എങ്ങനെയാണെന്ന്. ഇവിടെ നല്ല രീതിയിൽ ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെല്ലെ അടയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പേസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാസഞ്ചറിനൊക്കെ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വന്നേക്കുന്നത്. സീറ്റ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം വൈഡാണ് സീറ്റ്സൊക്കെ. നമുക്ക് കൈ വേണം ഇവിടെ വെക്കാൻ ആംറസ്റ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഷെയ്ഡ്സ് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഷെയ്ഡ്സാണ്. നമുക്ക് ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഗ്രാബ് ബാർ റൈറ്റ് ദെയർ. നമുക്ക് ഈ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിലുള്ള സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ വിൻഡോ, പിന്നെ ചെറിയൊരു കോയിൻ സ്പേസ് ഇവിടെ ഉണ്ട്. നല്ല രീതിയിലുള്ള സ്പേസ് താഴെയുണ്ട്. ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂമാണ് ബാക്കിൽ. തൈ സപ്പോർട്ടൊക്കെ കുഴപ്പമില്ല, മോഡറേറ്റ് ആണ്. എൻ്റെ കാല് ഫ്രണ്ടിൽ തട്ടുന്നുണ്ട്. ഐ എം 5'11". ആൻഡ് ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നേക്കുന്നത്. അത്യാവശ്യം തലയൊന്നും തട്ടുന്നില്ല. ഇതിന് ഇപ്പോൾ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് കഴുത്തൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ സീറ്റ് പോക്കറ്റ്സ് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടും സീറ്റ് പോക്കറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിലുള്ള ആൾക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല, ഫിക്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. നടുത്താക്കൊന്നുമില്ല, ആംറസ്റ്റ് ഒന്നുമില്ല. ആൻഡ് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ കോയിൻ സ്പേസ് ഹിയർ. നമ്മുടെ റിയർ വിൻഡോയും വൺ ടച്ച് ഓപ്പറബിൾ ആണ്. മുകളിലോട്ടേക്ക് നമ്മൾ മാനുവലി ചെയ്യണം. ഗ്രാബ് ബാർസ് റൈറ്റ് ദെയർ. ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസ് ഒക്കെ കാണാം, വേണമെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ വെക്കാൻ. ഇനി നമുക്ക് മെല്ലെ ഇറങ്ങാം. നമ്മുടെ സീറ്റ്സ് വന്നിട്ട് ബെഞ്ച് ടൈപ്പ് ആണ് ഫോൾഡ് വന്നേക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെയും പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു ബെഞ്ച് ഫോൾഡാണ് വന്നേക്കുന്നത്. സ്പ്ലിറ്റ് റേഷ്യോ ഒന്നുമില്ല, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് പാറ്റേൺ ഒക്കെ കാണാം. ഇവിടെയൊക്കെ കുറച്ച് പ്ലെയിൻ ആയിട്ടാണുള്ളത്. ഇവിടെ ആയിട്ട് സ്റ്റിച്ചസ് ഒക്കെ കാണാം. ആൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ മാനുവൽ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ള ലിവറൊക്കെ വന്നിരിക്കുന്നത്. വി ആർ ബാക്ക് ടു യുവർ ക്യാബിൻ.
ആൻഡ് ഡിസൈൻ വൈസ് ക്യാബിന് അത്യാവശ്യം മിനിമലിസ്റ്റിക് ആണ്, നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും സ്റ്റിയറിംഗ് അത്യാവശ്യം ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്, നല്ല രീതിയിൽ മെനോറബിൾ ആണ്. ആസ് ഐ സെഡ് ഇൻ എയർ ക്രോസ് നമ്മുടെ ഡ്രൈവർ വിൻഡോ ഒക്കെ വൺ ടച്ച് ഓപ്പറബിൾ ആണ്, അപ്പോൾ വൺ ടച്ച് ഓപ്പറബിൾ ഇല്ല. ബാക്കിയുള്ള വിൻഡോസ് ഒക്കെ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. ആസ് ഐ സെഡ് ഇവിടെ ലിറ്റിൽ കോയിൻ സ്പേസ്, ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ മിറർ കൺട്രോൾസ് ഒക്കെ, അതൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫോൾഡും വന്നിട്ടുണ്ട്, ഫോൾഡ് ആൻഡ് അൺഫോൾഡ്, അതും ഇലക്ട്രിക്കലി നമുക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ വിൻഡോസ് ലോക്ക് ആൻഡ് അൺലോക്ക് വിൻഡോസ് ഹിയർ, ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ആക്കാൻ ഓൺ ആക്കാനുള്ള ഫീച്ചർ. ആൻഡ് നമ്മുടെ 360 ക്യാമറയും ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യൂസ് ഞാൻ എയർ ക്രോസിൽ പറഞ്ഞ പോലെ അത്യാവശ്യം മോഡറേറ്റ് ആണ്. ടോഗിൾ സ്വിച്ചും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ നമുക്ക് അമർത്തിയാലാണ് ഇവിടെ നമ്മുടെ വ്യൂസ് ടോഗിൾ ആവുന്നത്. മോഡറേറ്റ് ക്വാളിറ്റിയാണ്, നല്ല ഗ്രെയിൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ക്യാമറയിൽ. ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചെയ്യാം. ഒരു നോബാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഓട്ടോ ഹെഡ് ലാംപ്സ് വന്നിട്ടില്ല, മാനുവൽ ആണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടൊക്കെ വന്നേക്കുന്നത്. ആൻഡ് ആസ് ഒബ്വിയസ് നമ്മുടെ വൈപ്പേഴ്സ് റെയിൻ സെൻസിങ് ഒന്നുമല്ല ഈ ഒരു സെഗ്മെൻറ്റിൽ. ബാക്കിലും വാഷർ ആൻഡ് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സോസും പിന്നെ നമ്മുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇവിടെയായിട്ട് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണൊക്കെ സെയിം നമ്മൾ എയർ ക്രോസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മുടെ എയർവൻസ് ഒക്കെ കാണാം. താഴോട്ടേക്ക് എടുത്താൽ നമ്മുടെ HVAC കൺട്രോൾസ് ഇപ്പോൾ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, ഓട്ടോൻ്റെ ബട്ടൺ. പിന്നെ നമുക്ക് ഇവിടെ ഫാൻ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ AC മാക്സ് എന്നുള്ള ബട്ടണും ഇവിടെ വന്നിട്ടുണ്ട്. അത് പ്രസ് ചെയ്താൽ നമ്മുടെ ക്യാബിൻ പെട്ടെന്ന് നമുക്ക് തണുപ്പിക്കാം. 2 ഡീഫോഗറിൻ്റെ സ്വിച്ച്, പിന്നെ റീസർക്കുലേഷൻ, പിന്നെ നമ്മുടെ എയർ ഫ്ലോ ഡയറക്ഷൻ, പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട്, ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ അങ്ങനെ വെക്കാം. വയർലെസ് ചാർജിംഗ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്. ആൻഡ് ഇതാണ് നമ്മുടെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്. എയർ ക്രോസിലുള്ള സെയിം ഗിയർ ബോക്സ് തന്നെയാണ്. ഒരു 6 സ്പീഡ് മാനുവൽ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്സ്. ഗ്ലോ ബോക്സ് ഒരു മീഡിയം സൈസാണ്, ഒരു ഉള്ളിൽ വലിയ പാർട്ടീഷനൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെയൊക്കെ കുറച്ച് സിൽവർ ടച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും വലിയ എർവൻസ് ആണ്, ബിഗ് എർവൻ ഡിസൈൻ ആണ് 2 സൈഡിലും വന്നേക്കുന്നത്. അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്, ഡിജിറ്റൽ ഡിസ്പ്ലേ. അതിൽ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ, പിന്നെ ടാക്കോമീറ്റർ, പിന്നെ നമ്മുടെ ഫ്യൂൽ ഇൻഡിക്കേഷൻസ്, പിന്നെ എഞ്ചിൻ ടെമ്പറേച്ചർ, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ, ആ കാര്യങ്ങളൊക്കെ. ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് അമർത്തിയാൽ ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, ആ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഇൻഫോർടൈൻമെൻറ്റ് വന്നിട്ട് 10.2 ഇഞ്ചാണ്. ഇതിൽ അത്യാവശ്യം ബേസിക് UI ഒക്കെയാണ്. ടച്ച് റെസ്പോൺസ് ഒക്കെ മോഡറേറ്റ്. റേഡിയോ, പിന്നെ ഫോൺ, പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വന്നിട്ടുണ്ട്. ഫോൺ ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ വഴി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാപ്പൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ചെക്ക് ഒന്ന് ജസ്റ്റ് ചെയ്യാം. 4 സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാസ് ഉണ്ട്, ഒരു ഇമ്മേഴ്സീവ് ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈവൻ ദോ 4 സ്പീക്കേഴ്സ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി സൗണ്ട് ക്വാളിറ്റി ഒക്കെ. ഇവിടെയായിട്ട് നമ്മുടെ ലൈറ്റ്സ് ഒക്കെ കാണാം ഇൻ വൈറ്റ്. മിറേഴ്സ് വന്നിട്ട് ഓട്ടോ ഡിമ്മിംഗ് ആണ്, ഷെയ്ഡിൽ ഡ്രൈവറിന് മിററൊന്നുമില്ല. ആൻഡ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റീരിയറും കൂടെ ചെക്ക് ചെയ്തിട്ട് വരാം. ആൻഡ് ഫ്രണ്ടിലോട്ടൊക്കെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം ഒരു വലിയ കാർ എന്നുള്ള ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എയർ ക്രോസിൽ കണ്ട പോലത്തെ ഡിസൈനൊക്കെ കാണാം. ഇവിടെ ഗ്രില്ല് അങ്ങനെ നമ്മുടെ സിട്രോയിൻ ലോഗോ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് അങ്ങനെ 2 DRLs കാണാം, ഇൻഡിക്കേറ്റർ ആൻഡ് LED പ്രൊജക്ടേഴ്സ്. നമ്മുടെ താഴെയായിട്ട് നമ്മുടെ ഫോഗ് ലാമ്പ് കാണാം. ആൻഡ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ക്യാമറയൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എടുത്താൽ ടയേഴ്സ് വന്നിട്ട് 195/65 R15 ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇതിലിപ്പോൾ ഉള്ളത് സിയറ്റിൻ്റെ ടയേഴ്സാണ്. അത്യാവശ്യം വിട്ടുള്ള ടയറാണ്, പ്രൊഫൈൽ കുറച്ച് കൂടുതലുമാണ്. സോ ഈ ടയേഴ്സ് അത്യാവശ്യം സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ബംസ് അബ്സോർബ് ചെയ്യാനും. അലോയ്സ് വന്നിട്ട് അത്യാവശ്യം നീറ്റായിട്ട് മെഷീൻ കട്ടാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാണാം, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ സിട്രോയിൻ്റെ ലോഗോ ഒക്കെ കാണാം. ORVM ബ്ലാക്ക് ലൈറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ ആൻഡ് ദ ക്യാമറ റൈറ്റ് ദെയർ. റൂഫ് റെയിൽസ് ഫംഗ്ഷനിലല്ല, ജസ്റ്റ് ഗിമ്മിക്കിനായി വെച്ചതാണ്. അവിടെ ഒരു ആൻറ്റിന കാണാം നമുക്ക്. ആ ഡിസൈൻ അങ്ങനെ അത്യാവശ്യം ക്യൂട്ടായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ടേക്ക് എടുത്താൽ നമ്മുടെ വലിയ ബൾബ് ടെയിൽ ലാംപ്സ് ഇവിടെ കാണാം. ആൻഡ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഹിയർ. സിട്രോയിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും നമ്മുടെ വലിയ സിട്രോയിൻ്റെ ലോഗോ, ബാഡ്ജിങ് ആൻഡ് C3X റിട്ടൺ റൈറ്റ് ദെയർ. പ്യുവർടെക് ഇത് നമ്മുടെ ആ എഞ്ചിൻ സീരീസിൻ്റെ നെയിമിംഗ് ആണ്. താഴോട്ടേക്കൊക്കെ എടുത്താൽ നമ്മുടെ ക്യാമറ റൈറ്റ് ദെയർ, നമ്മുടെ നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റും കാര്യങ്ങളും, സെൻസേഴ്സ് ആൻഡ് റിഫ്ലക്റ്റേഴ്സ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് വീൽ ബേസ് C3ക്കാണ് വന്നേക്കുന്നത്. ആൻഡ് അത്യാവശ്യം സെഗ്മെൻറ്റിൽ ഹയറായി നിൽക്കുന്ന ഒരു 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടി തട്ടാണ്ട് ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ് ഈ ഒരു വണ്ടി. ഇനി നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് ഓടിക്കാം. And straight away we are driving the new C3X. So first impression from the cabin is അത്യാവശ്യം മിനിമലിസ്റ്റിക് ആയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ക്യാബിൻ സ്പേസ് ഒക്കെ കാല് ജസ്റ്റ് ഒന്ന് തട്ടുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് തോന്നുന്നുണ്ട്. A-pillar ബ്ലോക്ക് അത്യാവശ്യം കുറച്ച് വലിയൊരു A-pillar ആണ്, എന്നാലും
നല്ല രീതിയിലുള്ള വൈഡ് വ്യൂ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്പീഡ്സിലൊക്കെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഒന്നും അറിയുന്നില്ല. ടോക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ് അങ്ങനെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. വൈബ്സ് നല്ല രീതിയിലൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അറൗണ്ട് ഒരു 19.3 kmpl ആണ് നമ്മുടെ അറൈവ് മൈലേജ് വന്നേക്കുന്നത്. ഒരു 11 to 14 ഇടയിലായിരിക്കും നമുക്ക് റിയൽ വേൾഡ് മൈലേജ് നമ്മുടെ ഓട്ടോമാറ്റിക്കിന്. മാനുവലിനെക്കാട്ടും ഒരു 1 to 2 kmpl കുറവാണ് ശരിക്കും. ഒരു 550 കിലോമീറ്റർ ഒക്കെ പിടിക്കാം നമുക്ക് റേഞ്ച് ഒക്കെ. ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക്കിന്റെ ഒരു മൈലേജ് ഒക്കെയാണ് ഒരു ബാക്കിയുള്ള റിവൽസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മൈലേജ് ഒക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ഫുൾ ആക്സലറേഷനേ കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് വണ്ടി. ക്രൂസ് കൺട്രോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ 56-ൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുട്ട് ഓഫ് ദ ആക്സലറേറ്റർ ആൻഡ് നൈസായിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലാണ് പോകുന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഒന്നുമില്ല. എന്തെങ്കിലും ബ്ലോക്ക് ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ ബ്രേക്ക് ഇടണം. ക്രൂസ് കൺട്രോളൊക്കെ ഈസിലി വർക്ക് ചെയ്യുന്നുണ്ട്. 56-ലാണ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് 59-ലോട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട് ഞാൻ. ക്രൂസ് കൺട്രോൾ നമുക്ക് ഇപ്പോൾ ഓഫാക്കി ഇടാം. സിറ്റീസിലൊക്കെ ഓടിക്കണമെങ്കിൽ നമ്മൾ എയർ ക്രോസിൽ പറഞ്ഞ പോലെ ഈ ഒരു ഗിയർ ബോക്സിന് നമുക്ക് ആക്സിലേറ്റർ എന്നുള്ള എഫക്റ്റ് നല്ല രീതിയിൽ കുറവാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ നൈസായിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. സിറ്റീസിലൊക്കെ സ്ഥിരം ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാർ ഈസ് എ കംഫർട്ട് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വണ്ടീനെ നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. കോർണേഴ്സിലൊക്കെ ഇതിൻ്റെ ബോഡി റോളും ഫ്രണ്ട് ടു ഡ്രൈവ് എലമെൻറ്റും എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ. ഇപ്പോൾ ചെറിയൊരു ബാഡ് പാച്ചസ് ആണ് ഇവിടെ. എന്നാലും നമുക്ക് ക്യാബിനിൽ അത്ര നല്ല രീതിയിലുള്ള അടി അത്ര വന്നിട്ടില്ല. സോഫ്റ്റ്വെയർ സസ്പെൻഷനാണ്. മെക്ഫേഴ്സൺ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്ങും തന്നെയാണ്. ബട്ട് അത്യാവശ്യം സിട്രോയിൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം ആസ് എൻ എയർ ക്രോസ്. ക്യാബിനിൽ അത്ര അടി വരാത്ത രീതിയിൽ ഒരു ബോഡി റോൾ ഉണ്ടാവണം നമുക്ക് കോർണേഴ്സ് എടുക്കുമ്പോൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. എയർ ക്രോസിൽ തന്നെ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആക്സലറേഷൻ കണ്ടായിരുന്നു. അതന്നെ ഇപ്പോൾ പേഡ് ടു എ ലൈറ്റർ ബോഡിയാണ്, ചെറിയൊരു കാറാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാല് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പുള്ള് നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ലൈറ്റ് ആൻഡ് മാനേവറബിൾ ആണ്. നമുക്ക് വലിയ എഫേർട്ടേ വരുന്നില്ല. വൺ ഹാൻഡ് ഡ്രൈവിങ്ങിനൊക്കെ നൈസായിട്ട് അങ്ങനെ പോകാൻ ടൈറ്റ് ഒന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് യൂ ടേൺ എടുത്ത് നോക്കാം. ഈ ഒരു വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വന്നിട്ട് അറൗണ്ട് ഒരു 4.98 മീറ്റേഴ്സാണ്. അപ്പോൾ നല്ല ടൈറ്റ് ടേൺസ് ഒക്കെ നല്ല സുഖമായിട്ട് എടുക്കാം. ഈ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ലോവസ്റ്റ് ഫിഗേഴ്സ് ആണ്. ആൻഡ് സ്റ്റിയറിംഗ് റിട്ടേൺ ഒക്കെ നല്ല രീതിയിൽ നൈസാണ്. ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കാം. നല്ല നൈസായിട്ടാണ് പുള്ളാവുന്നത്. ഇപ്പോൾ 60, ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ 60 എത്തി. ശരിക്കും ആ ഒരു ഫൺ ടു ഡ്രൈവ് എലമെൻറ്റ് ഈ ഒരു കാറിലുണ്ട്. പിന്നെ വൺ നോട്ടീസബിൾ തിങ്, നമുക്ക് ഈ ചെറിയ കാറിന് നമ്മൾ ഈ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. കാല് കൊടുക്കുമ്പോൾ തന്നെ നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ബോഡി റോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം പ്ലാന്റഡ് ആണ്. അങ്ങനെ അങ്ങോട്ട് സ്വേ ചെയ്ത് പോയിട്ടില്ല. കുറച്ചും കൂടെ സ്പീഡ് എടുക്കുകയാണെങ്കിൽ കുറച്ച് സ്വേ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആണ്, എന്നാലും കുഴപ്പമില്ലാണ്ട് ആ കർവ് എടുത്തിട്ടുണ്ട്. ഒരു വണ്ടി നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു സ്ലോപ്പിനാണുള്ളത്. ഫ്രണ്ടിലുള്ള വണ്ടിക്ക് അനുസരിച്ച് ബ്രേക്കിന് ഞാൻ കാലെടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് അങ്ങനെ മൂവ് ആവുന്നുണ്ട്. അപ്പോൾ സ്ലോപ്പിലായാലും അത്യാവശ്യം ഒരു ചെറിയൊരു പുള്ള് ഈ ഒരു വണ്ടിക്കുണ്ട്. ഹൈവേ കയറി നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ. സർവീസ് കോസ്റ്റ് നമ്മളെ ബാക്കിയുള്ള കാർസ് വെച്ച് നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമ്മുടെ സിട്രോയിൻ്റെ സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവർ ആണ് ശരിക്കും. നമ്മുടെ വാറണ്ടി വന്നേക്കുന്നത് 3 years 1 lakh kilometer ആണ്. സ്റ്റാൻഡേർഡ് വാറണ്ടി വന്നേക്കുന്നത് നമുക്ക് അപ് ടു 5 years വരെ നമുക്ക് എക്സ്റ്റെൻഡബിൾ ആണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഹൈവേ ഫ്രീ ആയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ആൻഡ് ഡീലാണുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ. നല്ല രീതിയിലുള്ള ആക്സലറേഷൻ ആണ്. നമ്മൾ ഈ ഒരു ചെറിയ കാരണം നമ്മൾ ഈ ഒരു ആക്സലറേഷൻ പ്രതീക്ഷിക്കത്തില്ല. 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 12 secondsലാണ്. മാനുവൽ ഇതിനെക്കാട്ടും ഒരു 2 second ക്വിക്കറാണ്. അപ്പോൾ മാനുവലും ഓട്ടോമാറ്റിക്കും രണ്ടും ഈ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ക്വിക്കസ്റ്റ് ഓഫ് ദ ലൈനാണ്. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. ഒരു ലൈറ്റർ കാർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പവറും ടോർക്കും കൂടി എൻജിൻ നല്ല രീതിയിൽ എൻജോയബിൾ ആണ്. നമുക്ക് നൈസായിട്ട് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. ഇതാണ് ഈ ഒരു C3X ടർബോയുടെ മെയിൻ USP എന്ന് വേണമെങ്കിൽ പറയാം. ബെറ്റർ റൈഡ് ക്വാളിറ്റി ആൻഡ് ഈ ഒരു പെർഫോമൻസ്. പിന്നെ ഫീച്ചേഴ്സ് അത്യാവശ്യം ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ ഉണ്ട്. ആൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ മറ്റേ ഞാൻ ഓഫാക്കി ഇട്ടേക്കോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സിഗ്നലിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കാലെടുക്കാം, വണ്ടി തന്നെ ഓഫാവും. ഇപ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നൈസായിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് തന്നെ അത്യാവശ്യത്തിന്
പ്ലാൻഡ് ആയിട്ട് പോകുന്നുണ്ട് ഇൻ ഹൈവേസ്. ആൻഡ് ഹയർ RPM കുറച്ച് നോയ്സ് ക്രീപ്പ് ചെയ്യുന്നുണ്ട് നമുക്കുള്ളിലോട്ട്. ഇച്ചിരി ഒരു നമ്മുടെ 3 സിലിണ്ടർ വൈബ്സും നമുക്ക് അടിക്കുന്നുണ്ട്. സോ ഒബ്വിയസ് ആണ് നമ്മുടെ 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് വൈസ് ഈ ഒരു വണ്ടി നല്ലൊരു അടിപൊളി ചോയ്സ് ആണ്. അത്യാവശ്യം കോമ്പാക്റ്റും ആണ്. ഞാൻ ഈ ഒരു സ്പേസിലൂടെയൊക്കെ നൈസായിട്ട് ഉള്ളിലെടുത്തും പിടിച്ചൊക്കെയാണ് ഞാൻ കയറുന്നത്. നമുക്ക് നൈസായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുക ഈ ഒരു വണ്ടി. ഇതിൻ്റെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻറ്റും കൂടി ഉണ്ട് മാനുവൽ. നമുക്ക് ഷോറൂമിൽ നമുക്ക് വേറൊരു ദിവസം നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അത് പ്രോബബ്ലി കുറച്ചൊരു ഫ്യൂൽ എഫിഷ്യൻറ്റ് രീതിയിലായിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ഒക്കെ വരുന്നത്. നമുക്ക് കാമായിട്ട് അങ്ങനെ ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഒരു 1 to 2 kmph അധികം തരും ശരിക്കും ടർബോ പെട്രോളിനെ കാട്ടും. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് വേണ്ടവർക്ക് അതും സെലക്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് കുറച്ച് മാനുവൽ ഷിഫ്റ്റ്സും കൂടെ നടത്തി നോക്കട്ടെ. ഇപ്പോൾ M2-ലാണുള്ളത്. ഞാൻ ഗിയർ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്, മാനുവലോട്ട് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ഗിയർ പുള്ള് ചെയ്ത് പക്ഷെ കാലം കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയറിലോട്ട് ആ പുള്ള് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ഗിയറിലാണ്. ലിവർ അത്യാവശ്യം കൊള്ളാം. നമുക്ക് പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ഗിയർ ലിവറിന്. വേണമെങ്കിൽ മാനുവൽ ഷിഫ്റ്റ്സും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ബട്ട് മെജോറിറ്റി ആൾക്കാർ ഓട്ടോമാറ്റിക് ഓടിക്കുന്നവർ മാനുവലോട്ടൊക്കെ ഇടുന്നത് കുറവാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും കുഴപ്പമില്ലാണ്ട് നമുക്ക് നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമുക്ക് തിരിച്ച് ഡീലോട്ട് ഇടാം. സോ C3 എന്ന് പറയുന്നത് ആസ് യു നോ നമ്മുടെ ഗ്ലോബലിയും ഇന്ത്യയിലും അത്യാവശ്യം നല്ല ബെസ്റ്റ് സെല്ലിംഗ് മോഡലാണ്. സിട്രോയിൻ്റെ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് മോഡൽ C3 ആണ്. X എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു വാല്യൂ ഫോർ മണി പാക്കേജിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി. സോ C3 എടുത്തിട്ടുള്ളവർ ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ കാർ. ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ലെമൈസൺ സിട്രോൺ തന്നെയാണ്. സെയിം ഷോറൂം ഞാൻ എയർക്രോസ് എടുത്തത്. ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ആയിട്ട് ഇടാം. ആൻഡ് യു ക്യാൻ കോൺടാക്ട് ദം. ഈ ഒരു വണ്ടിയുടെ ബുക്കിങ്ങിനായിട്ടും ടെസ്റ്റ് ഡ്രൈവിനും കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു വണ്ടിയുടെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാത്ത ഈ ഒരു പെർഫോമൻസ് ആയിരിക്കും. ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളാം. സോ അതായിരിക്കും നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഇഷ്ടപ്പെടുന്നത്. ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്തൊരു ഡ്രൈവിൽ കാണാം. ബൈ ബൈ. ഞാനിപ്പോൾ റിവേഴ്സിലിട്ടിട്ടുണ്ട്. ലൈൻസ് ഒന്നും അഡാപ്റ്റബിൾ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉള്ളത്. ക്യാമറ ക്വാളിറ്റി മോഡറേറ്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ റിലേ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്.